ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയാണ്. ഒരു വൈകുന്നേര സമയമാണ്. ഈ പാലാ പൊൻകുന്നം റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. കോട്ടയം ജില്ലയാണ് സ്ഥലം വരുന്നത്. പാലാ എല്ലാവർക്കും അറിയായിരിക്കും. ഇത് PP റോഡെന്ന് പറയും. പാലാ പൊൻകുന്നം ഹൈവേ ആണ്. ഞാനിവിടുന്ന് മുരിക്കുമ്പുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത യാത്രയാണ്. പാലാ ടൗൺ വിട്ട് പൊൻകുന്നം റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവിടുന്ന് നമ്മൾ വരുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ഈ രണ്ട് സൈഡും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു വാഴ്ത്തപ്പെട്ട ആളുടെ ഒരു നാമത്തിലുള്ള ഒരു പള്ളിയും കാര്യങ്ങളും എല്ലാം ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇനി വരുന്നത് 12-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് 12-ാം മൈലിൽ നിന്നൊക്കെ ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ട്. നമുക്ക് തിരിഞ്ഞ് നമ്മുടെ കോട്ടയം റൂട്ടിലോട്ട് അപ്പുറം കടപ്പാട്ടൂർ അമ്പലത്തിൻ്റെയൊക്കെ അവിടെ വന്നിട്ട് കയറാൻ പറ്റുന്ന പോലെയൊക്കെ സ്ഥലങ്ങളുണ്ട്. ഞാൻ ഈ ഭാഗത്തൊക്കെ ഒരുപാട് കടകളിൽ ഇതിങ്ങനെ കൊടുത്തിട്ടുള്ളതാണ് ജോലിയുടെ ഭാഗമായിട്ട്. അതെ, ഇവിടെ നിന്നുണ്ട് ഈ റൈറ്റ് സൈഡ് ഈ വഴിയാണ് കടപ്പാട്ടൂർ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എൻ്റെ എനിക്കൊന്നൊരു 10 വർഷമൊക്കെ ആയി കാണുമായിരിക്കും. ആദ്യമൊക്കെ സമയത്ത് ഞാനിങ്ങനെ ഫീൽഡിൽ ഇറങ്ങിയ ടൈമിലൊക്കെ ചെറിയ വഴിയായിരുന്നു. അത് കഴിഞ്ഞ് KM സാറിൻ്റെയൊക്കെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഇതിൻ്റെ വീതി ഭയങ്കരമായിട്ട് കൂടി. ഇപ്പോൾ എന്നാന്ന് വെച്ചാൽ യാത്ര ചെയ്യാൻ നല്ല സൗകര്യമാണ്. നേരെ വിട്ടു പോയാൽ മതി, നിമിഷ നേരം കൊണ്ട് നമുക്ക് പൊൻകുന്നം എത്തും. പൊൻകുന്നം വരെ ഇതേപോലെ തന്നെയുള്ള സ്ഥലമാണ്. ഇതേപോലെ ഇങ്ങനെ ഒറ്റ നിരപ്പായിട്ട് കിട്ടുന്ന റോഡാണ്. പിന്നെ ഇതുണ്ടോ, ഇവിടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ PP റോഡാണ്, പാലാ പൊൻകുന്നം ഇതാണെന്നൊക്കെ പറഞ്ഞാലും ഈ റൈറ്റ് സൈഡ് ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ വെള്ളം കയറിയിട്ട് ചില സമയങ്ങളിലൊക്കെ വണ്ടി ഓടുന്നത് പോലും സ്റ്റോപ്പ് ചെയ്ത സമയങ്ങളാണ്. മഴയൊന്നും എന്ന് വെച്ചാൽ നല്ല മഴ പെയ്യുന്ന ടൈം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ 12-ാം മൈലൊക്കെ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ മുകളിലോട്ടുള്ളവർക്ക്, ഈ ലെഫ്റ്റ് സൈഡിലുള്ളവർക്ക് വലിയ കുഴപ്പമില്ല, കാരണം അത് പൊക്കപ്പുറമായി തോന്നി. പക്ഷേ ഈ താഴെ ഈ റൈറ്റ് സൈഡിലുള്ളിടത്ത് മിക്കടത്തും വെള്ളം കയറും. ഇത് ഏകദേശം ഒരു കുമ്പാനി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ഭാഗത്തിന് ഇങ്ങോട്ട് വരുന്ന ഭാഗത്തെല്ലാം തന്നെയും വെള്ളം കയറുന്നത്. നമ്മളിനി വരുന്നത് ഈ കുമ്പാനി എന്ന് പറഞ്ഞ ഭാഗത്തോട്ടാണ് എത്തുന്നത്. ഇത് ശരിക്കും മീനച്ചിൽ എന്ന് പറയുവേ ഈ ഭാഗം അറിയപ്പെടുന്നത്. ഇത് ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങളായി. കാര്യം ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കിടന്നിടത്തോട്ടെല്ലാം ആളുകൾ ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ പോലെ സെറ്റ് ചെയ്ത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഒരു ലോൺ പോലെ എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാലും ആ ബിൽഡിങ്ങിൻ്റെ വാടക വെച്ചിട്ട് അത് അടച്ചങ്ങ് പോകും. എന്നാൽ അതൊരു അസറ്റായിട്ട് വരികയും ചെയ്യും. അങ്ങനെ ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ പഴയത് വെച്ച് നോക്കുമ്പം റൂട്ടിലൊക്കെ ഒരുപാട് കടകളും കാര്യങ്ങളും ആയി തുടങ്ങി. ഇതിവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ്. ഇവിടെ ഒരു വെജിറ്റേറിയൻ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുമ്പാനി ഒക്കെ എത്തുന്ന ഭാഗമാണ് കേട്ടോ. ഈ കുമ്പാനി വരെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് വെള്ളമൊക്കെ കയറിയിട്ട് ഞാൻ തിരിച്ചു പോയിട്ടുണ്ട്. കുമ്പാനിയിൽ നിന്ന് പിന്നെ ഞാൻ നേരെ തിരിച്ചു പോയിട്ടുണ്ട്. വണ്ടി വരികയില്ല, ബസ്സും ഇല്ല, ബൈക്ക് പോരാനായിട്ട് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വണ്ടി അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്. അതെ, ഈ സ്ഥലമാണ് കുമ്പാനി എന്ന് പറയുന്നത്. ഇവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിലോട്ടൊരു വഴിയുണ്ട്. ആ റൈറ്റ് വഴിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചേർപ്പുങ്ങിലൊക്കെ പോകാൻ പറ്റും. അതുപോലെ തന്നെ കോട്ടയം റൂട്ടിലോട്ട് പോകാൻ പറ്റും. ഈ വഴി കോട്ടയം റൂട്ടിലോട്ടൊക്കെ കണക്റ്റ് ആകും. മെഡിസിറ്റി പോകാൻ പറ്റും. കൂടുതലും ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് സ്ഥലമുള്ളവരും ഉണ്ട്. പിന്നെ ഈ ഒരു പ്രശ്നമാണ് കാര്യം, നല്ല സൗകര്യമുള്ള ഏരിയയാണ്. പാലായുമായിട്ട് ഇത്രയും വ്യത്യാസമേ ഉള്ളൂ. എല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ വെള്ളം കയറുന്ന പ്രശ്നമൊക്കെ വരുമ്പോഴത്തേക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നതാണ്.
ഇനിയിപ്പം നമ്മൾ വരുന്നത് പൂവർണ്ണ അമ്പലമാണ് കേട്ടോ. ഇവിടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പെട്രോൾ പമ്പുണ്ട്. ഇത് അമ്പലം ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പോകുമ്പോഴേ ശരിക്കും ഒരു പാടം പോലെ ഈ ഉള്ളൊരു സ്ഥലം, പാടമായിട്ട് ഒരു ചതുപ്പ് സ്ഥലങ്ങളാണ് ഇതുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകൾ പോലും